വാസ്തവത്തിൽ ഈ എം.ആർ. അജിത് കുമാർ? ADGP ആണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന നവകേരള യാത്രയിൽ കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച കേസിൽ അജിത് കുമാറിനെതിരെ മൊഴിയുണ്ട്. റിപ്പോർട്ട് ചെന്നപ്പോൾ തെളിവില്ലെന്ന് പറയുന്നു സർക്കാർ. അതായത് UDF സർക്കാരിനും പ്രിയങ്കരനാണ് എം.ആർ. അജിത് കുമാർ. അജിത് കുമാറിനെ തൊടാൻ സർക്കാരിന് കൈവിറയ്ക്കുന്നു. ഇന്നത്തെ പ്രൈം സ്റ്റോറി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച കേസിൽ ADGP എം.ആർ. അജിത് കുമാറിന്റെ ഓഫീസ് വഴിവിട്ട് ഇടപെട്ടു എന്ന് മൊഴി നൽകിയത് അന്ന് റിപ്പോർട്ട് തിരുത്തിയ ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ നടപടിയെടുക്കാൻ ആ മൊഴി പോരെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. തെളിവ് വേണം. SIT റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചെങ്കിലും ADGPക്കെതിരെ നടപടിയെടുക്കാൻ മാത്രം ഉള്ളടക്കം ആ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇതോടെ ആശയക്കുഴപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SITയോട് കൂടുതൽ വ്യക്തത ചോദിച്ചിരിക്കുകയാണ് DGP. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആശയക്കുഴപ്പം? വിശദമാക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എം.ആർ. അജിത് കുമാർ. ഈ 31-ാം തീയതി മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം DGP തസ്തികയിലേക്ക് ഉയരും. അതിനു മുൻപ് ഇപ്പോഴത്തെ DGPയുടെ ഈ വിഷയത്തിലെ സംശയങ്ങൾ തീരുമോ എന്നതാണ് അറിയേണ്ടത്. തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സുഖമായി DGP റാങ്കിലേക്ക് അദ്ദേഹത്തിന് പോകാം. തീർന്നാൽ പ്രശ്നമാണ്, നടപടിയെടുക്കേണ്ടി വരും. കടുത്ത നടപടി വല്ലതും വന്നാൽ സ്ഥാനക്കയറ്റം ഉൾപ്പെടെ വെള്ളത്തിലാകും. തൽക്കാലം അതിലേക്ക് പോകണോ എന്നതാണ് ഈ ആശയക്കുഴപ്പം. കണ്ടില്ലേ, ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരമില്ല. LDF സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു എം.ആർ. അജിത് കുമാർ. പിണറായി വിജയൻ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ. സർക്കാരിന് വേണ്ടി ഏത് ദൗത്യവും ഏറ്റെടുത്തിരുന്നയാൾ. അത് ഞാൻ പറയുന്നതല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകൾ. എന്താണ് അന്വേഷണ ഉത്തരവിടായിരുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു. ലോ ആൻഡ് ഓർഡർ കൺട്രോളല്ലേ? മുഖ്യമന്ത്രിയെ സഹായിക്കാനല്ലേ പോയത്? എന്നിട്ട് വിജിലൻസ് ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് നേരെ വെച്ചത് അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. രാജാവിനേക്കാൾ രാജഭക്തി ഉള്ളതുകൊണ്ട് പിണറായി വിജയന്റെ യാത്രയ്ക്ക് ശോഭകേടുണ്ടാക്കിയ പാവം പിടിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കാനാണ് അന്ന് പോലീസ് ഇറങ്ങിയത്. ആ തല്ല് വാങ്ങിയ യൂത്തുകാരുടെ നേതാക്കളാണിപ്പോൾ നാട് ഭരിക്കുന്നത്. അവർക്കും പ്രിയങ്കരനാണോ അജിത് കുമാർ? അതൊക്കെ വളരെ നേരത്തെ വ്യക്തമായതാണല്ലോ. കാരണം ഇത് പോലീസ് ഹൈറാർക്കിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. DGP പറഞ്ഞാൽ ADGP കേൾക്കില്ല, വേറെ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ SP-മാർ കേൾക്കില്ല. ഞാനിത് എത്രയോ നാൾ മുമ്പ് പറഞ്ഞതാണ് നിങ്ങളോട്, ഞാൻ അവരെ എല്ലാം സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കി പറഞ്ഞല്ലോ. അപ്പോൾ ആരുടെ കൂടെയാണ് മുഖ്യമന്ത്രി എന്ന് വളരെ ക്ലിയറാണ്, സംശയമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശന്റെ അഭിപ്രായം ഇതായിരുന്നു. മുഖ്യമന്ത്രി ആയപ്പോൾ ഇതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആയ ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഈ കേസിൽ കൃത്യമായി അന്വേഷണം നടക്കും, കൃത്യമായി ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരിലേക്ക് എത്തുമെന്നതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിലെ മറ്റൊരു പക്ഷത്തിന് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ അത്ര താല്പര്യമില്ല. തൽക്കാലം തല്ലിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ എന്നതാണ് അവരുടെ ചോദ്യം. എന്നാൽ അന്ന് തല്ല് വാങ്ങിയവരിൽ ഒരാൾ ഇന്ന് ആലപ്പുഴയുടെ MLA ആണ്. MLA AD തോമസ് അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ നടപടി വൈകുന്നതിൽ കാര്യമായ അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കം ആലപ്പുഴയിൽ വെച്ച് ഈ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറി നടന്നു എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അതിന് നിർദ്ദേശം നൽകിയത് അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെയെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടപെടൽ നടത്തിയെന്നാരോപിച്ച് ഒരു നടപടിയിലേക്ക് പോയാൽ കോടതിയെ സമീപിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് എം.ആർ. അജിത് കുമാർ. അങ്ങനെ പോയാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും. കാരണം കൃത്യമായ തെളിവില്ല. പിണറായി സർക്കാരിന്റെ കാലത്തേതിന് സമാനമായി മറ്റൊരു സെൻകുമാർ അനുഭവം ഉണ്ടാകുമോ എന്ന ആശങ്ക കൊണ്ടാണ് ഈ കൈവിറയ്ക്കൽ എന്ന ചുരുക്കം.